നമസ്കാരം. ലോകേഷ് കനകരാജിന്റെ കൂലി വളരെ എക്സ്പെക്ടേഷനിലാണ് കണ്ടത്. റീസെന്റ് ആയിട്ടുള്ള രജനീകാന്തിന്റെ ചില പടങ്ങളിലെ ചില കൺഫ്യൂഷൻസ്, അതായത് ഒരു നിരാശപ്പെടുത്തല് കാരണം ഭയങ്കര പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. കണ്ട് കുറച്ച് നിരാശനായി. പക്ഷെ കുഴപ്പമില്ല, കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മള് അമിതമായിട്ടുള്ള പ്രതീക്ഷയായിരിക്കും കാരണം. രജനി തുടക്കം മുതൽ രജനിന്റെ പഴയ ഫിലിമായിട്ട് കണക്ട് ചെയ്യാൻ പോലും. ഇപ്പൊ വിക്രം എന്ന് പറഞ്ഞ 1987 വിക്രമായിട്ട് കണക്ട് ചെയ്യാൻ, അതേപോലെ രജനി പണ്ടത്തെ 1981 തീ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ പടം ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ പാളിച്ചകൾ തോന്നി, പടത്തിനൊരു ഒഴുക്ക് കുറവ് തോന്നി, പിന്നെ ചില ഡയലോഗ്സ് ഒക്കെ ക്രിഞ്ചായിട്ട് തോന്നി. എന്നാലും മൊത്തത്തിൽ വലിയ മോശമില്ല. പക്ഷെ ഇത്ര വലിയൊരു പടം എടുക്കുമ്പോൾ ഇച്ചിരി കൂടി ജാഗ്രത പാലിക്കണം എന്നായിരുന്നു തോന്നിയത്. അമീർ ഖാന്റേത് കുറച്ച് ക്രിഞ്ചായെങ്കിലും രസമുണ്ടായിരുന്നു. നാഗാർജുന വാസ് എക്സലന്റ് സ്ക്രീൻ പെർഫോമൻസ്, സ്ക്രീൻ പ്രസൻസ്. ഉപേന്ദ്ര വാസ് ഗുഡ്, ഹിസ് ആക്ഷൻസ് വാസ് ഗുഡ്. ആൻഡ് മോറോവർ സൗബിൻ ഈസ് ഒരു സൈക്കോപാത്ത് കില്ലർ ടൈപ്പ് ആളായിട്ടാണ്. അതവൻ അദ്ദേഹം മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പറയാം, ശ്രുതി ഹാസൻ ഇസ് ഗുഡ് ആൻഡ് സത്യരാജ് ഇസ് എലഗന്റ്. റിയലി എപ്പോഴും സത്യരാജ് എന്ന ക്യാരക്ടർ നടന് പണ്ട് ഭയങ്കര രജനിയുടെ കൂടെ അഭിനയിച്ച ആളായിരുന്നു. പിന്നെ ഇടക്കാലത്ത് അദ്ദേഹം ഒന്ന് ബാക്ക് പോയി. പിന്നെ വിജയുടെ കൂടെ നൻപൻ, അതേപോലെ തലൈവനിൽ വളരെ നല്ലതായിരുന്നു. അപ്പൊ സത്യരാജ് ഒരു ക്ലാസ് ഉള്ള നടനാണ്. ഇപ്പം കട്ടപ്പയിലായാലും ഒക്കെ ഒരു ക്ലാസ് ഉള്ള, ഉള്ളിലൊരു വലിയൊരു ക്ലാസ് ഉള്ള. ഇപ്പൊ ശരത് കുമാർ സാറ് പല മസാല പടങ്ങളിലും ഒക്കെ അഭിനയിച്ചെങ്കിലും ഉള്ളിലൊരു ക്ലാസ് ഉള്ള ആളാണ്. അതേപോലെ ഉള്ളിലൊരു ക്ലാസ് ഉള്ള ആളാണ് സത്യരാജ്. അദ്ദേഹം എപ്പോഴും ഏത് പടം ചെയ്താലും അദ്ദേഹത്തിന് അങ്ങനെ നല്ല റോളുകൾ കൊടുത്താൽ അദ്ദേഹം എപ്പോഴും അങ്ങനെ നന്നായിട്ട് തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ ഫേസിലൊക്കെ നല്ല ഇമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു തരം എക്സ്പ്രഷൻ. രജനീകാന്ത് എല്ലാ ടൈപ്പ് കാര്യങ്ങളും രജനീകാന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വാഗ് 100% സ്വാഗ് ഉദ്ദേശിക്കുമ്പോൾ ഒരു 60% വരുന്നതുള്ളതുകൊണ്ട് നമ്മൾ നിരാശരാകുന്നതായിരിക്കും. എന്നാലും ഓവറോൾ ഞാനൊരു 2.5/5 ആണ് കൊടുക്കാൻ പടത്തിന്. താങ്ക് യു.